ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മുസന്തം ഗവർണറേറ്റിൽ ഈ വർഷം ആദ്യ 3 മാസത്തിനിടെ 2000-ൽ പരം ദേശാടന പക്ഷികൾ എത്തിയതായി കണക്കുകൾ. തീരദേശ അരുവികൾ, കാർഷിക സമതലങ്ങൾ, പർവ്വതങ്ങൾ എന്നിവയാൽ സമ്പന്നമായ മുസന്തമിന്റെ ഭൂപ്രകൃതിയും അനുകൂല കാലാവസ്ഥയും ദേശാടന പക്ഷികളെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. ആഗോളതലത്തിൽ തന്നെ ദേശാടന പക്ഷികളുടെ പ്രധാന കേന്ദ്രമായി ഇതിനോടകം മുസന്തം മാറിയിട്ടുണ്ട്. യൂറോപ്യൻ ലാപ്പിൻ, ബീ ഈറ്റർ, ഹുഡഡ് കുക്കു ഷ്രൈക്ക്, റെഡ് ടെയിൽസ് ഷ്രൈക്ക് എന്നിവയുൾപ്പെടെ വ്യത്യസ്ത പക്ഷികളാണ് മുസന്തമിലെ സന്ദർശകർ. ഡിജിറ്റൽ ടാക്സ് സ്റ്റാമ്പ് വഹിക്കാത്ത ശീതളപാനീയങ്ങൾ, എനർജി ഡ്രിങ്കുകൾ, മറ്റ് എക്സൈസ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഇറക്കുമതിക്ക് അടുത്ത മാസം 1 മുതൽ വിലക്ക് പ്രാബല്യത്തിൽ വരും. എന്നാൽ മധുരപാനീയങ്ങൾക്ക് ഈ നിയന്ത്രണമില്ല. രാജ്യത്തിന്റെ എക്സൈസ് നികുതി സമ്പ്രദായത്തിനുള്ളിൽ സുതാര്യതയും അനുസരണവും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള DTS നടപ്പിലാക്കൽ പദ്ധതിയുടെ 3ാം ഘട്ടത്തിന്റെ ഭാഗമായാണ് ഈ നീക്കം. ഇറക്കുമതിക്കാർ അവരുടെ ഉൽപ്പന്നങ്ങൾ ഈ പുതിയ ആവശ്യകതകൾ പൂർണ്ണമായും പാലിക്കുന്നുണ്ടെന്നും സമയപരിധിക്ക് മുമ്പ് അവരുടെ കയറ്റുമതിയിൽ ആവശ്യമായ DTS ബാധകമായിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും ഒമാൻ ടാക്സ് അതോറിറ്റി ഓർമ്മിപ്പിച്ചു. രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഇത്തരം ഉൽപ്പന്നങ്ങൾ എക്സൈസ് തീരുവ നിയമം പാലിക്കുന്നുണ്ടെന്ന് നിരീക്ഷിക്കാനും ട്രാക്ക് ചെയ്യാനും കണ്ടെത്താനും നികുതി അധികാരികളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയാണിത്. ഒമാനിൽ ഇന്നു മുതൽ തെക്കു പടിഞ്ഞാറൻ കാറ്റ് വീശുമെന്നും ഇതുമൂലം അറബിക്കടൽ തീരങ്ങളിൽ തിരമാലകൾ ഉയരുമെന്നും കടൽ പ്രക്ഷുബ്ധമാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഇന്ന് വൈകുന്നേരം മുതലായിരിക്കും കാറ്റ് വീശുന്നത്. ഇതുവഴി തിരമാലകളുടെ ഉയരം ക്രമേണ ഉയർന്ന് 3.5 മീറ്റർ വരെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സലാല അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇനി ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചും പാർക്കിംഗ് ഫീസ് അടയ്ക്കാവുന്നതാണ്. ഇതിനായി വിമാനത്താവളത്തിൽ ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീനുകൾ സ്ഥാപിച്ചു. പണമിടപാടുകൾ ഒഴിവാക്കി കൂടുതൽ സൗകര്യപ്രദമായ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഒരുക്കുകയും യാത്രക്കാർക്ക് മികച്ച അനുഭവം സമ്മാനിക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഒമാൻ എയർപോർട്ട്സ് അധികൃതർ വ്യക്തമാക്കി. ICC ക്രിക്കറ്റ് ലോകകപ്പ് ലീഗ് 2-ൽ വിജയം തുടർന്ന് ഒമാൻ. USA-ക്കെതിരെ സൂപ്പർ ഓവറിൽ 2 വിക്കറ്റിന്റെ വിജയമാണ് ഒമാൻ സ്വന്തമാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത ഒമാൻ ക്യാപ്റ്റൻ ജിതേന്ദ്ര സിംഗിന്റെ സെഞ്ചുറി ബലത്തിൽ 49.9 ഓവറിൽ 10 വിക്കറ്റ് നഷ്ടത്തിൽ 266 റൺസെടുത്തു. 42 പന്തിൽ 44 റൺസെടുത്ത വിനായക് ശുക്ലയും 23 പന്തിൽ 42 റൺസെടുത്ത ഹുസൈൻ ഷായും മികച്ച പിന്തുണ നൽകി. ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടിമരം ഔദ്യോഗികമായി നാടിന് സമർപ്പിച്ചു. അൽഖോയറിലെ മിനിസ്ട്രി ഡിസ്ട്രിക്റ്റിൽ സുൽത്താനേറ്റിന്റെ പുതിയ ലാൻഡ്മാർക്ക് മസ്കറ്റ് ഗവർണർ സെയ്ദ് സൗദ് ബിൻ ഹിലാൽ അൽ ബുസൈദിയാണ് ഉദ്ഘാടനം ചെയ്തത്. നഗരസഭാ ചെയർമാൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഹുമൈദി മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. 126 മീറ്റർ ഉയരമുള്ള ഈ കൊടിമരം ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിത ഘടനയാണ്. 135 ടൺ ഉരുക്ക് കൊണ്ട് നിർമ്മിച്ച ഇതിന്റെ പുറം വ്യാസം അടിഭാഗത്ത് 2800 മില്ലിമീറ്ററും മുകളിൽ 900 മില്ലിമീറ്ററുമാണ്. 40 നിലകളുള്ള കെട്ടിടത്തെ മറികടന്ന് ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിത ഘടനയായി അൽഖ്വയർ സ്ക്വയറിലെ കൊടിമരം നിലകൊള്ളും. കൊടിമരത്തിലെ ഒമാനി പതാകയ്ക്ക് 18 മീറ്റർ നീളവും 31.5 മീറ്റർ വീതിയുമുണ്ടാകും. 18,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന പദ്ധതിയിൽ നിരവധി വിനോദ സൗകര്യങ്ങളാണ് തുടർന്നൊരുക്കുക. പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങൾ, ഈത്തപ്പനകൾ, നടപ്പാത, സൈക്ലിംഗ് പാതകൾ, ഔട്ട്ഡോർ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് എക്സിബിഷൻ, സ്കേറ്റ് പാർക്ക്, കായിക പ്രവർത്തനങ്ങൾക്കായി നിയുക്ത പ്രദേശങ്ങൾ എന്നിവ കൊടിമരത്തിനോടൊപ്പമുള്ള ഇതര പദ്ധതികളാണ്. ശുചിമുറികൾ, 107 സ്ഥലങ്ങളുള്ള പാർക്കിംഗ് സ്ഥലം തുടങ്ങിയ പൊതു സൗകര്യവും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. കുവൈറ്റിൽ ഉച്ചസമയത്ത് ജോലിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. മാൻപവർ പബ്ലിക് അതോറിറ്റി തൊഴിലാളികൾക്കാണ് നിയന്ത്രണം. ജൂൺ 1 മുതൽ 3 മാസത്തേക്കാണ് കുവൈറ്റിൽ ഉച്ചസമയത്ത് തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നത് നിരോധിക്കുന്നത്. രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെയാണ് ഔട്ട്ഡോർ ജോലികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ചൂട് കൂടി വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനം. ഇതിനായി പ്രത്യേക സംഘത്തെയും നിയമിക്കും.
ഖത്തറിൽ ഔദ്യോഗിക പൊതു അവധികൾ സംബന്ധിച്ച മന്ത്രിതല തീരുമാനം ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അംഗീകരിച്ചു. പുതിയതായി പുറത്തിറക്കിയ ഗസറ്റ് പ്രകാരം ചെറിയ പെരുന്നാൾ അവധി റമളാൻ 28 മുതൽ ഷവ്വാൽ 4 വരെയായിരിക്കും. വലിയ പെരുന്നാൾ അവധി ദുൽഹിജ്ജ 9 മുതൽ 13 വരെയായിരിക്കും. ഈദുൽ ഫിത്തർ, ഈദുൽ അദ്ഹ എന്നീ അവധികൾക്ക് ശേഷം ഖത്തർ ദേശീയ ദിനത്തിലാണ് അവധി. 2 പൊതു അവധി ദിവസങ്ങൾക്കിടയിൽ ഒരു പ്രവൃത്തി ദിവസം വന്നാൽ ഇനി മുതൽ ആ ദിവസവും അവധിയായിരിക്കും. ഔദ്യോഗിക പൊതു അവധി ദിവസങ്ങൾക്കിടയിൽ വാരാന്ത്യം കടന്നുവന്നാൽ വാരാന്ത്യ ദിവസവും പൊതു അവധിയായി കണക്കാക്കുമെന്നും ഗസറ്റിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. സ്വത്ത് വെളിപ്പെടുത്തുന്നതിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ മുന്നറിയിപ്പുമായി കുവൈറ്റ് അഴിമതി വിരുദ്ധ അതോറിറ്റി. സുതാര്യത പ്രോത്സാഹിപ്പിക്കുന്നതിനും പൊതുസ്ഥാപനങ്ങളുടെയും അവയുടെ ഉടമകളുടെയും മേൽനോട്ടം ഉറപ്പാക്കുന്നതിനും പൊതുഫണ്ട് സംരക്ഷിക്കുന്നതിനുമുള്ള പ്രതിരോധ നടപടിയാണ് സ്വത്ത് വെളിപ്പെടുത്തൽ സംവിധാനമെന്ന് നസഹ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഈജിപ്തിലെ വ്യോമസേനാ വിമാനം തകർന്നു വീണ സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഒമാൻ. ഈജിപ്തിലെ ജനങ്ങളോടും ഗവൺമെന്റിനോടും ഇരകളുടെ കുടുംബങ്ങളോടും ആത്മാർത്ഥമായ അനുശോചനം അറിയിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. പരിശീലനത്തിനിടെ ഈജിപ്ഷ്യൻ വിമാനം തകർന്ന് ജീവനക്കാർ മരണപ്പെട്ടിരുന്നു. ഒമാനിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഓൺലൈൻ സേവന സ്ഥാപനങ്ങളും ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെയും അതിലെ എക്സിക്യൂട്ടീവ് ചട്ടങ്ങളെയും കർശനമായി പാലിക്കണമെന്ന് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം ഓർമ്മിപ്പിച്ചു. രാജ്യത്തുടനീളമുള്ള ഉപഭോക്താക്കൾക്ക് സുരക്ഷിതവും സുതാര്യവുമായ ഡിജിറ്റൽ വിപണി ഉറപ്പാക്കാനുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഒമാനിൽ ഏറെ പ്രചാരം നേടുകയും വളർച്ച കൈവരിക്കുകയും ചെയ്യുന്ന ഇ-കൊമേഴ്സ് മേഖലയിൽ ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് നിയമപരമായ ആവശ്യകതകൾ അനിവാര്യമാണെന്ന് CPA പ്രസ്താവനയിൽ വ്യക്തമാക്കി. കൂടുതൽ വ്യവസായങ്ങൾ ഓൺലൈനിലേക്ക് മാറുകയും ഉപയോക്താക്കൾ പർച്ചേസിംഗിനായി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെ കൂടുതലായി ആശ്രയിക്കുകയും ചെയ്യുന്നതിനാൽ വിപണിയിൽ വിശ്വാസ്യതയും ഉത്തരവാദിത്തവും വളർത്തിയെടുക്കുന്നതിന് നിയന്ത്രണങ്ങൾ ആവശ്യമാണെന്നും അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം ഒമാനിലുടനീളം 3557 അനധികൃത വൈദ്യുതി കണക്ഷനുകൾ കണ്ടെത്തിയതായി വൈദ്യുതി വിതരണ കമ്പനിയായ നമ അറിയിച്ചു. ഇതിലൂടെ 2 ദശലക്ഷം റിയാലിലധികം വരുമാനവും 228 ജിഗാവാട്ട് വൈദ്യുതിയും തിരിച്ചുപിടിക്കാൻ സാധിച്ചതായി 2024 വാർഷിക റിപ്പോർട്ടിൽ പറയുന്നു. ദോഫാർ ഒഴികെയുള്ള ഒമാനിലെ എല്ലാ ഗവർണറേറ്റുകളിലുമുള്ള വൈദ്യുതി വിതരണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ദേശീയ യൂട്ടിലിറ്റി കമ്പനിയാണ് നമ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ. കൃത്രിമത്വം, അനധികൃത ആക്സസ്, തെറ്റായ ഇൻസ്റ്റാളേഷനുകൾ എന്നിവ കണ്ടെത്തുന്നതിനായി വൈദ്യുതി കണക്ഷനുകളുടെയും മീറ്ററുകളുടെയും പരിശോധനകൾ കമ്പനി നടത്തുന്നുണ്ട്. കൃത്യത കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും വരുമാന നഷ്ടം കുറയ്ക്കുന്നതിനുമായി നമ മീറ്റർ റീഡിംഗ് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കിയിട്ടുണ്ട്. മാനുവൽ റീഡിംഗുകൾക്കായി ഒരു സമർപ്പിത ടീമിനെ അവതരിപ്പിക്കുകയും ഓട്ടോമേറ്റഡ് മീറ്റർ റീഡിംഗ് സാങ്കേതികവിദ്യയുടെ ഉപയോഗം വിപുലീകരിക്കുകയും ചെയ്തു. ഈ നടപടികളുടെ ഫലമായി കമ്പനിയുടെ നഷ്ടങ്ങളിൽ ശ്രദ്ധേയമായ കുറവ് വരികയും ചെയ്തു. മുൻ വർഷത്തെ നഷ്ടമായ 8.23% നിന്നും 2024 ഇത് 7.95% കുറച്ചു.